സിനിമയിലാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ബാറോസ്, നിധി കാക്കും ഭൂതം. ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തെ വിസ്മയത്തോടാണ്, വിസ്മയം എന്ന വാക്കിനോടാണ് അല്ലെങ്കിൽ വിസ്മയത്തോടെയാണ് ഞാൻ സ്വീകരിക്കാറുള്ളത്, ഞാൻ എന്നിലേക്ക് എടുക്കാറുള്ളത്. ഇതും അതുപോലെ സംഭവിച്ചൊരു വിസ്മയമായിട്ട് ഞാൻ കാണുന്നു. 41 വർഷമായി ഞാൻ ക്യാമറയെ അഭിമുഖീകരിച്ചിട്ട്. ആദ്യത്തെ ഷോട്ട് 41 വർഷം മുമ്പാണ്. പക്ഷെ എൻ്റെ സിനിമാ ജീവിതം തുടങ്ങുന്നത് ഏതാണ്ട് 80കളിലാണ്. വളരെ യാദൃച്ഛികമായി എൻ്റെ സുഹൃത്തുക്കൾ അയച്ച എൻ്റെ കുറച്ച് ഫോട്ടോസിൽ നിന്ന് ഒരു ഫോട്ടോ തിരഞ്ഞെടുക്കുകയും അന്ന് പുതുമുഖങ്ങളെ ആവശ്യമുണ്ട് എന്ന് പത്രത്തിൽ പരസ്യം ചെയ്ത നവോദയ കമ്പനി അതിൻ്റെ അവസാന ദിവസം എന്നെ വിളിക്കുകയും എനിക്ക് ഏറ്റവും കുറവ് മാർക്ക് നൽകിയ മറ്റ് ആൾക്കാരിൽ നിന്ന് എല്ലാം മാറി എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് തന്ന 2 പേരാണ്. ഒന്ന് മിസ്റ്റർ ജിജോ, ഒന്ന് മിസ്റ്റർ ഫാസിൽ. അവർ 2 പേരും ഇവിടെ ഉണ്ട്. ജീവിതം കെട്ടിപ്പടുത്തിയ അവർക്ക്, ആ കമ്പനിയോട്, അപ്പച്ചൻ മുതലാളിയോട്, എല്ലാവരോടുമുള്ള എൻ്റെ നന്ദി ഞാൻ ആദ്യം അറിയിക്കുന്നു. എൻ്റെ ജീവിതത്തെ മനോഹരമായി ചിട്ടപ്പെടുത്തിയ, എന്നിൽ ഇത്തരം കഴിവുകളുണ്ടെന്ന് കണ്ടെത്തി എന്നെ സിനിമ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന നിങ്ങളെ എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ഓർക്കും. അത് കഴിഞ്ഞിട്ട് ഒരുപാട് സഞ്ചരിച്ചു. 38 വർഷങ്ങൾ കഴിഞ്ഞ് ഒരു നിമിഷം ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നു. അതൊരു ചിൽഡ്രൻ ഫാന്റസി ഫിലിമാണ്. അതും ഒരു വിസ്മയമാണ് എനിക്ക്. ഇന്ത്യൻ സിനിമയിൽ, മലയാള സിനിമയിൽ നിന്നാണ് പല വലിയ കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ആദ്യത്തെ സിനിമാ സ്കൂപ്പ് ചിത്രം നവോദയ, ആദ്യത്തെ പ്രോസസ് 70mm ചിത്രം നവോദയ, ആദ്യത്തെ 3D ചിത്രം നവോദയ. അത്തരം അത്ഭുതങ്ങൾ കാണിച്ച നവോദയ കുടുംബത്തോട് ചേർന്നാണ് ഞാൻ ഈ സിനിമ ചെയ്യുന്നത്. ഇതും ഒരു 3D സിനിമയാണ്. ആരും ചിന്തിക്കാത്ത സമയത്താണ് ഇന്ത്യയിൽ അദ്ദേഹം 3D സിനിമ കൊണ്ടുവന്നത്. മിസ്റ്റർ ജിജോ ഒരുപാട് ആൾക്കാർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ 3D ചിത്രവുമായിട്ട് നിങ്ങളുടെ മുന്നിലെത്തുന്നത്, അദ്ദേഹത്തിന്റെ സഹായത്തോടു കൂടി. അത് വലിയൊരു ചലഞ്ചാണ്. ഞങ്ങൾ എടുത്തിരിക്കുന്ന കഥ ഒരു കുട്ടിയും നിധി കാക്കും ഭൂതവും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. പക്ഷെ അതിൻ്റെ അകത്തൊരു കഥയുണ്ട്. തീർച്ചയായിട്ടും അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, ഗുണപാഠങ്ങളുണ്ട്, അതിൽ നിന്ന് മെസ്സേജുകളുണ്ട്. അതെന്താണെന്ന് നിങ്ങൾ കണ്ടറിയുക. ഒരിക്കൽ കൂടി ഈ 41 വർഷത്തെ എൻ്റെ ജീവിതത്തിൽ എന്നെ സഹായിച്ച എല്ലാവരോടും എനിക്കുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. എന്നെ സഹായിക്കും, ദ്രോഹിക്കുന്നു എന്ന് ഞാൻ വാക്ക് ഉപയോഗിക്കില്ല. ഇങ്ങനെ ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്നെ മനസ്സിൽ എന്തെങ്കിലും കാലുഷ്യമായിട്ട് ചിന്തിച്ച ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും ഞാൻ നന്ദി പറയുന്നു. നിങ്ങളുടെ ബുദ്ധിയിൽ ദൈവം തെളിയട്ടെ, നല്ലത് ചിന്തിക്കാൻ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെയൊക്കെ അനുവാദത്തോടു കൂടിയാണ് ഞാൻ ഈ സിനിമ ചെയ്യുന്നത്. വളരെ യാദൃച്ഛികമായിട്ടാണ് ഈ സിനിമ സംഭവിച്ചത്. ഞാനും മിസ്റ്റർ രാജീവ് കുമാറും കൂടെ ഒരുപാട് ഷോകൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട്, പുറത്ത് ചെയ്തിട്ടുണ്ട്. ഒരു 3D ഷോ ഇന്നവരാരും ചെയ്യാത്ത കാര്യമാണ്. അതായത് കണ്ണാടി വെച്ചുകൊണ്ട് ഒരു പ്ലേ കാണുക. അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് അന്വേഷിക്കാനാണ് ഞാൻ മിസ്റ്റർ ജിജോയെ കാണാൻ പോകുന്നത്. അദ്ദേഹം സിനിമയിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിനെ ഈ സിനിമയിലൂടെ എനിക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു. കാര്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡയറക്ടർ ആരെന്ന് മറ്റു പല ഡയറക്ടേഴ്സിൻ്റെ അടുത്തും ചോദിച്ചാൽ അവരാദ്യം പറയുന്ന പേര് മിസ്റ്റർ ജിജോയുടെയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാം. അങ്ങനെ പറഞ്ഞ് അതൊരു വേറൊരു കഥയിലേക്ക് മാറുകയും ഇത് നമുക്ക് സിനിമയാക്കാൻ പറ്റുമെങ്കിൽ